ഞാൻ PG കയറിയപ്പം എന്നെ ഡോക്ടേഴ്സ് മാട്രിമോണിയലും കേരള മാട്രിമോണിയലും രജിസ്റ്റർ ചെയ്തു. കുറേ ആലോചന അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ചിലർ വീട്ടിൽ വന്ന് കണ്ടു, ചിലർക്ക് താല്പര്യം തോന്നിയില്ല. ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചിലർക്ക് താല്പര്യം തോന്നിയില്ല. നമ്മളിങ്ങനെ മാട്രിമോണി കൊടുക്കുന്നു, നോക്കുന്നു, കാണുന്നു. ഞാൻ ചെന്നൈയിൽ ഹോസ്റ്റലിൽ ഞാൻ ഡ്യൂട്ടി ടൈമിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ വരാൻ പറ്റാത്ത സ്ഥിതിക്ക് ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ തരുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നിൻ്റെ നമ്പർ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എൻ്റെ നമ്പർ കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ആദ്യമായിട്ട് പ്രൊപ്പോസൽ വരുന്നത്. നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ മാട്രിമോണിയിൽ അവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രൊപ്പോസൽ വന്നത്. പിന്നെ എക്സാം ഇങ്ങനെ പോസ്റ്റ്പോണ്ടായി പോകുന്നു. ഇത് ഇങ്ങനെ ഡിലേ പോകണം അങ്ങനെ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള പ്ലാനായിരുന്നു. ആ ദിവസം വെയിറ്റ് ചെയ്തു, എനിക്ക് കോളൊന്നും വന്നില്ല. ഞാൻ പപ്പനെ വീണ്ടും വിളിച്ച് ചോദിച്ചു, അവർക്ക് താല്പര്യം ഇല്ലേ, ഞാനായിട്ട് ഇനി വിളിക്കണോ, എന്താ സംഭവം ചോദിച്ചു. അവസാനം ആ പുള്ളിയുടെ നമ്പർ എനിക്കിതാ, ഞാൻ വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാനാണ് വിളിച്ചത്. അടുത്ത ദിവസം ഞാൻ വിളിച്ചു. നമ്മളെന്തായാലും നേരിട്ട് കണ്ടിട്ട് റെഡിയാക്കാൻ പറഞ്ഞിങ്ങനെ ഡിലേ എന്ന് പറയും. അങ്ങനെ അവസാനം ചേട്ടൻ്റെ പേര് വന്നു. ആ സമയത്ത് ഹൈറ്റ് ഉണ്ട്, കാണാനും തിരക്കിയിട്ടില്ല. പക്ഷെ പാലക്കാടാണ്, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ എന്നൊരു പ്രശ്നം മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അത്ര എത്തുള്ളൂ. കുഴപ്പമില്ല. ഞാനപ്പോൾ ചെന്നൈയിലും എനിക്കാണെങ്കിൽ ഞാൻ ആ റീസെൻ്റ് ആയിട്ടാണ് 1-2 ചെറുക്കൻ വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് വീട്ടിലും വരാൻ പറ്റില്ല. ഓക്കെ, ഫോൺ വിളിച്ച് സംസാരിക്കാം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ പ്രൊസീഡ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ വേറെ ആളെ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി. ഞാൻ വിളിച്ചു, സംസാരിച്ചു. ജസ്റ്റ് റാൻഡമായിട്ട് എന്താണ് താല്പര്യം, എന്താണ് ഇഷ്ടം, പെൺകൊച്ച് എങ്ങനെ ഇരിക്കണം എന്നാണ് താല്പര്യം, ഭാവി പ്ലാൻ എന്താണ്, വെളിയിൽ പോകാൻ പ്ലാൻസ് ഉണ്ടോ. കാരണം എനിക്ക് വെളിയിൽ പോകാൻ ഒട്ടും പ്ലാനില്ല. വെളിയിൽ പോകാൻ പ്ലാൻ ഉള്ളത് എൻ്റെ ഒരു ക്രോസ് മാർക്കാണ്. സോ അങ്ങനെ വല്ല താല്പര്യമുണ്ടോ, കാരണം അച്ഛൻ ദുബായിലായിരുന്നു എന്നൊക്കെ പറയാം. സോ അങ്ങനെ എങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടോ, അതൊക്കെ ചോദിച്ചു. അങ്ങനെ ഭയങ്കര റാൻഡം, ഭയങ്കര ബേസിക് കോൺവെർസേഷൻ. എന്താണ് ഫുഡ്, എന്താ താല്പര്യം, ഫുഡിയാണെന്ന് എന്നോട് കള്ളം പറയാം. ഫുഡിയാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ഫുഡിയാണ്, എന്നോട് ഫുഡിയാണെന്ന് പറഞ്ഞു. പിന്നെ വലിയ എക്സ്പെക്ടേഷൻസും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരാൾ. പിന്നെ ഹൈറ്റ് പ്രശ്നമില്ല, ഹൈറ്റ് ഉള്ള ആളെയാണ് പുള്ളിയും തപ്പുന്നത്. എനിക്ക് ഹൈറ്റ് ഉണ്ട്, പുള്ളിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. സോ ഓക്കെ എന്നുള്ള രീതിയിൽ ഹൈറ്റും പ്രശ്നമില്ല. അങ്ങനെ ലൈക്ക് ബേസിക് കോൺവെർസേഷൻ. ഞാൻ യെസ് ആദ്യമേ പറഞ്ഞു. ഞാനാണ് യെസ് ആക്ച്വലി പറഞ്ഞത്. കാരണം ഫോൺ വിളിച്ചു, എനിക്ക് സംസാരം വലിയ കുഴപ്പം തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 1 year കഴിഞ്ഞു, ഉള്ള ദൈവങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. ഓക്കെ, കല്യാണം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴും എനിക്ക് വലിയ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ പോലും ആളെ സെറ്റ് ആവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഡിപ്രഷൻ നമ്മൾ കയറുമല്ലോ. നമുക്ക് എന്താ കൊള്ളത്തില്ലേ നമ്മളെ, അങ്ങനെ ഒരു ആ സമയത്ത് പുള്ളി കുഴപ്പമില്ല എന്നുള്ള രീതി വന്നപ്പോൾ ഞാൻ യെസ് പറഞ്ഞു. കുഴപ്പമില്ല, ഇത് പ്രൊസീഡ് ചെയ്യാം, ബാക്കി നിങ്ങൾ എന്താണോ നോക്കണ്ടേന്ന് വെച്ചാൽ നോക്കിക്കോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി കയറി ഉടക്കി വെച്ചത്. നേരിട്ട് കണ്ടാലേ യെസ് പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വളയേണ്ട വന്നു. ആദ്യമായിട്ടൊരു വീഡിയോ കോളിലാണ് നമ്മൾ കാണുന്നത്. അത് ഈ മനുഷ്യൻ നേരിട്ട് വന്ന് കാണാണ്ട് എന്നോട് യെസ് പറയത്തില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ചു. അപ്പോഴും യെസ് പറഞ്ഞോ ഇല്ല. നമ്മൾ പെട്ടെന്ന് യെസ് പറയാൻ പറ്റില്ല, നമ്മൾ നന്നായിട്ട് ഒരാളെ മനസ്സിലാക്കിയിട്ട്
വന്നു, വീഡിയോ കോളൊക്കെ വിളിച്ചു. ശരി, നേരത്തെ കാണുന്നതിൻ്റെ ക്രൈറ്റീരിയ വീഡിയോ കോൾ വിളിച്ചു. നാട്ടിൽ വന്നു കണ്ട് പിന്നെയും വന്ന് കുറച്ച് ഒരു മാസം ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയതാണ്. ചിക്കൻ ബോക്സ് പിടിച്ചിട്ട് എന്നെ കാണാൻ വരത്തില്ല എന്ന് പറഞ്ഞു പെണ്ണ് കാണല് തീരുമാനിച്ച സമയത്ത്. അങ്ങനെ അവസാനം ഇത് നീട്ടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ടോസിക്കുണ്ടായിരുന്നു. ഞാനിപ്പോ പൊട്ടിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിചയമില്ലാത്ത ഒരാളെന്നുള്ളൊരു പ്രശ്നം വന്നില്ല. അറേഞ്ച് മാരേജ് ആണ്, കംപ്ലീറ്റ്ലി അറേഞ്ച് മാരേജ് ആണ്. My head hurts. My sari feels like it's going to come off. കല്യാണ പെണ്ണ് ഒളിച്ച് കയറണോ അതോ മുമ്പിൽ കൂടെ തന്നെ കയറണോ? മുമ്പിൽ കൂടെ തന്നെ കയറാനോ? പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളെന്നല്ല, ഓൾമോസ്റ്റ് 1 year എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എല്ലാ രീതിയിലും. എന്നോട് ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ടില്ല. അത് എനിക്ക് തന്നെ ആക്ച്വലി പല സമയത്ത് സർപ്രൈസ് തോന്നിയിട്ടുണ്ട്. എന്നോട് ഒരു കാര്യം പറയാൻ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് ഒരു ചമ്മലോ ഒരു നാണോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പുള്ളിക്ക് ഒരു നാണോ ഇല്ല. ഞാൻ ആദ്യമായിട്ട് കോയമ്പത്തൂർ ഒന്നും പറഞ്ഞല്ലോ, അൺപ്ലാൻഡ് ആയിട്ട് കാര്യമായിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് സാറ്റർഡേ വിളിച്ചു. ഞാൻ അടുത്ത ദിവസം വരുവാണെന്ന് പറഞ്ഞു. സൺഡേ മോർണിംഗ് 9 മണിക്ക് അവിടെ എത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് വീട്ടുകാരില്ലാണ്ട് മീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അതായിരുന്നു എനിക്ക് തോന്നുന്നത്. നമ്മള് പേഴ്സണലായിട്ട് കാണുന്നത് ഫസ്റ്റ് ആയിട്ട്, പിന്നെ എല്ലാം നമ്മളിങ്ങനെ പാരന്റ്സിന്റെ ഒപ്പം ആദ്യമായിട്ട് ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂരായിരുന്നു. പാരന്റ്സിന്റെ ആരും ഇല്ലാതെ ആദ്യമായിട്ട് കാണുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണെന്ന് ഉറപ്പിച്ചു. എല്ലാം ആയി. പക്ഷെ ഇഷ്ടമാണെന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊരു സംഭവം കാണില്ല. അപ്പം എന്ത് സംസാരിക്കണം നേരിട്ട് അറിഞ്ഞൂടാ. ഒരു ഭയങ്കര ബ്ലാങ്ക്. രാവിലെ പോകുന്നു, ഒരുങ്ങി കെട്ടി പോകുന്നു, അപ്പം തൊട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, എങ്ങനെ ആദ്യം ഗ്രീറ്റ് ചെയ്യണം, ഹായ് പറയണോ, ഹലോ പറയണോ, അതെന്താ ചെയ്യുക, ഹായ് ജസ്റ്റ് ഹായ് ആണോ, ഷേക്ക് ഹാൻഡ് കൊടുക്കണോ, എന്താണ് കൈ പിടിച്ചാൽ പറ്റുമോ, കൈ പിടിക്കാൻ പാടില്ല, അത് തിരിച്ചു വരുന്ന സമയത്ത് കൈ പിടിക്കണോ, ഫുൾ പ്ലാനിങ്. ഭയങ്കര പ്ലാനിങ്, പക്ക പ്ലാനിങ്. ആ ശരി, ഓക്കെ, കാണും, നമ്മൾ ഹായ് പറയും, ഷേക്ക് ഹാൻഡ് കൊടുക്കും, എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കൈപിടിച്ച് നടന്നു വരും. അങ്ങനെയൊക്കെ ആയിരിക്കണം പ്ലാൻ. ഭയങ്കര സംസാരിക്കാൻ എന്ത് ടോപ്പിക് ഇടണോ എല്ലാം ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് മൈൻഡിൽ പോകുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നു, ഹായ് പറയുന്നു, കാണുന്നു, ഹായ് പറയുന്നു. പുള്ളിയാണെങ്കിൽ കൈങ്ങ തുറന്നു. ഓ, ഞാൻ ഓടിച്ചാടി കിട്ടിയ ചാൻസ്. പുള്ളി വന്നു, കെട്ടിപ്പിടിച്ചു. ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് ഭയങ്കര കാഷ്വലായിട്ട് പോയി. അപ്പം അന്ന് തൊട്ടേ ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക ഫ്രണ്ട്ലി വൈബ്സ് ഉണ്ട്. പിന്നെ ഒരു ക്രൂസിലില്ലാത്ത രീതിയിൽ നമ്മളൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് പിന്നെ ആദ്യം കെട്ടിപ്പിടിക്കുവാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ പിന്നെ കൈയൊക്കെ പിടിച്ച് നടക്കത്തുള്ളൂ. പുള്ളി കൈ പിടിച്ച് അങ്ങ് കാറിലോട്ടൊക്കെ പോയി. എന്നെ തിരിച്ചു വരാനുള്ള പ്ലാനാണ്, ബാക്ക്വേർഡ്സ് ആയിട്ട് നടക്കുന്നത്. അങ്ങനെ കൈയും പിടിച്ച് നടക്കുന്നു. ഓക്കെ, എന്നെ എന്താ പറയുക ഫുൾ ആ ഒരു ഹെസിറ്റേഷനും ആ പേടിയും അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഭയങ്കര ഫ്രീ ആയിരുന്നു. അവിടെ പോകുന്നു, സംസാരിക്കുന്നു, റാൻഡം കോൺവെർസേഷൻസ്. ഞാൻ ഭയങ്കര ഹാപ്പി. എന്താണെന്ന് പറഞ്ഞാൽ പക്ഷെ ഭയങ്കര ഹാപ്പി. ഓക്കെ, ഞാൻ ചൂസ് ചെയ്തത് തെറ്റിയില്ല. ലാസ്റ്റ് കറങ്ങി വന്നത് ഓക്കെ എന്നുള്ള രീതിയിൽ ഭയങ്കര ഫ്രണ്ട്ലി വൈബായിരുന്നു. സോ ഒരു സ്ട്രേഞ്ചറിനെ കല്യാണം കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളുടെ ഒരു ലൈസൻസ് കിട്ടി, അത്രേ ഉള്ളൂ. കാറിന് ലൈസൻസ് എടുത്തു കാര്യം. തിയേറ്ററിൽ പോയി, അതും റാൻഡം ഡെസിഷൻ. കാരണം ടൈം കളയണം, ചെയ്യാനൊന്നുമില്ല. എവിടെയെങ്കിലും ദൂരെ പോവുകയാണെങ്കിൽ തിരിച്ചു പോകാൻ എനിക്ക് ഫ്ലൈറ്റിന് ടൈം ആവും. സോ ഫ്ലൈറ്റിൻ്റെ അങ്ങനത്തെ ടൈം ലിമിറ്റും ഉണ്ട്. എവിടെ പോകണമെന്ന് അറിയത്തില്ല, എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ശരി, ഓക്കെ, റാൻഡമായിട്ടൊരു മോളിൽ പോയി സിനിമ ഓടുന്നുണ്ട്. ഓക്കെ, മൂവിക്ക് കയറാം. അത് ഹാഫിന് ഇറങ്ങണമെങ്കിൽ ഹാഫിന് ഇറങ്ങാം, പക്ഷെ മൂവിക്ക് കയറാം, കുഴപ്പമില്ല, കുറച്ച് ടൈം സ്പെൻഡ് ആവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മൂവി ബുക്ക് ചെയ്ത മൂവി പുഷ്പ 2. ബുക്ക് ചെയ്തതല്ല, എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അപ്പം തന്നെ എടുത്തോ. അതാ ടിക്കറ്റ് എടുത്തത്. പുഷ്പ 2 കയറി. പുഷ്പ 2 കണ്ടു. എവിടെ എത്തിയായിരുന്നു? ഫീലിങ്സ് ഒന്നും എത്തിയില്ലെന്ന് തോന്നുന്നു. ഫീലിങ്സ് വരെ എത്തിയില്ല. അതിന് മുമ്പ് റാൻഡായിട്ട് ഞങ്ങൾ രണ്ടുപേരും തൊട്ടപ്പുറത്തപ്പുറത്തിരിക്കുന്നു, കൈ പിടിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതുവരെ ഹൈലൈറ്റ് ആണ്. ഇതുവരെ ഐ ലവ് യു പറഞ്ഞിട്ടില്ല അങ്ങോട്ടും. കല്യാണം ഉറപ്പിച്ചു. പക്ഷെ റാൻഡായിട്ടിരിക്കുന്നു. പെട്ടെന്ന് എന്തോ സംസാരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും കയറിയപ്പോഴാണ് പറയുന്നത് ഐ ലവ് യു. അതാണ് ഫസ്റ്റ് ഐ ലവ് യു. പുഷ്പ 2 കണ്ടോണ്ടിരിക്കുന്നു.
ഫീലിംഗ് സോങ് ഇങ്ങനെ കുറച്ച് മുമ്പ്. അപ്പോഴാ ഫീലിങ്സ് ഇപ്പോഴാണോ എൻ്റെ അടുത്ത് ചോദിച്ചാ ഇപ്പോഴാണോ മനുഷ്യൻ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടോണ്ട്? കാരണം അതൊക്കെ നമ്മുടെ ഫസ്റ്റ് ഐ ലവ് യു ആണ്, ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കേണ്ട മൊമെന്റ് ആണ്. അത് പറയുന്ന മൊമെന്റ് തിയേറ്ററിൽ വെച്ച് ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കും, അതും ഫീലിങ്സ് പാട്ടിന്റെ തൊട്ട് മുമ്പായിട്ട്. ആദ്യത്തെ റിയാക്ഷൻ അതായിരുന്നെങ്കിലും പക്ഷെ എനിക്ക് ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഞാനാണ് ആദ്യം വളച്ചു എന്നുള്ള രീതിയിലെങ്കിലും പറഞ്ഞു പറയാണെന്ന് സമ്മതിപ്പിച്ചെന്നുള്ള രീതിയിലാണെങ്കിലും ഫീലിങ്സ് ആദ്യം ഐ ലവ് യു പറഞ്ഞത് ആണ്. ഐ ലവ് യു പറഞ്ഞത് ആദ്യം എന്നോടാ. ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൂമെൻ്റ് തന്നെയാണത്. അപ്പോൾ ഞാനിങ്ങനെ കല്യാണത്തിന് നിൽക്കുകയാണ്. അപ്പോൾ കാവ്യേനെ നമ്മൾ ആദ്യം ഈ കല്യാണ വേഷത്തിൽ കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂമെൻ്റ് തന്നെയാണത്. ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് എന്ന് പറയാം. എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യം ചേട്ടനെ കൊണ്ടുപോയി, അത് ഞാൻ കണ്ടു. ഓക്കെ, ക്രൗഡ് ഉണ്ടെന്നും മനസ്സിലായി, സൗണ്ട് കേട്ടപ്പോൾ ക്രൗഡ് ഉണ്ടെന്നും മനസ്സിലായി. ഓക്കെ, ഞാൻ ആ മൊത്തം സ്ഥലത്ത് ആ ഒരു വലിയ വെയിറ്റ് ഉള്ള ഒരു താലം എടുത്ത് അകത്ത് കയറുന്നത് ആക്ച്വലി എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം സാരി എടുത്ത് എനിക്ക് ശീലമില്ല. സാരി കൊടുത്ത് അവിടെ കയറി അത്രയും വെയിറ്റ്, സാരി എനിക്ക് പിടിക്കാനും പറ്റില്ല. രണ്ട് കൈയും താരത്തിൽ സാരി എങ്ങനെയാണ് ഞാൻ മറിഞ്ഞടിച്ച് വീഴാതെ നടക്കണം. അത്രയും നാട്ടുകാർ. എനിക്ക് ഞാനിപ്പോൾ എക്സ്ട്രോവേർട്ടറായിട്ട് നിൽപ്പുണ്ടെങ്കിലും എനിക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. ആ ഒരു പേടിയും ആ സ്റ്റേജ് ഫിയറും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നെ എനിക്ക് പരിചയമുള്ള ചിരിച്ചോണ്ടുള്ള ഫേസ് ആകാം. ഓക്കെ, ഞാനതിനെ പേടിക്കുന്നത്. ചേട്ടൻ എന്തായാലും കല്യാണത്തിന് പേടിയില്ലെന്ന് പറഞ്ഞു. എന്നോട് പ്രശ്നങ്ങളില്ല, എന്നെ കല്യാണം കഴിക്കുന്നതിന് ഹാപ്പിയാണ്. പിന്നെ ഞാനതിനെ പേടിക്കുന്ന എന്നുള്ള രീതിയിൽ ഓക്കെ കല്യാണമോ. ആക്ച്വലി അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് എന്ന പോലൊരു തന്നെയായി. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒരു ചടങ്ങ് മാത്രമായി. നമ്മളിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മുതൽ ഈ സെപ്റ്റംബർ വരെ ഓൾമോസ്റ്റ് 1 ഇയറിൻ്റെ റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ഫ്രണ്ടായി, പിന്നെ ഒരു ലവറായി, പിന്നെ ഒരു വൈഫായി. അപ്പോൾ ആ ഒരു പ്രോസസ്സാണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ താലി കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓൾസോലി ആക്സെപ്റ്റഡ് ആണല്ലോ വൈഫാന്നുള്ളത്. അപ്പോൾ പിന്നെ അതൊരു ചെറിയൊരു എന്താ ചടങ്ങ് മാത്രം. It was, to be honest, I was smiling all throughout. I was like, look at him smiling. I've never seen him smile with another person like this before. They were both smiling. I was like, okay, thank God. Instead of saying, okay, നമ്മുടെ തിഷ്ടേട്ടൻ ഒരാളെടുത്ത് പോയി നമുക്ക് കാവ്യ ചേച്ചി കിട്ടി, നമ്മുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണ്. സിൻസ് ദേ ആർ ബോത്ത് ഹാപ്പി, വി ഗോട്ട് another cousin to enjoy with. So ആ ഒരു ഹാപ്പിനെസ് ആ കല്യാണത്തിൻ്റെ അവിടെ ഇറ്റ് വാസ് വെരി ഗുഡ്. എവറിബഡി വാസ് ഹാപ്പി ദാറ്റ് Tishu is happy, Kavya Chechi is happy, everything is good. അവര് എന്താ മറ്റേ താലി കെട്ടലും പിന്നെ ആ കുങ്കുമിടല്ലേ, അത് കാണുമ്പോൾ തന്നെ സോ ഹാപ്പി. ഐ വാസ് സ്മൈലിംഗ് സോ മച്ച്. സൈഡിൽ നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് എടുക്കണം, എനിക്ക് അത് റിയൽ ആയിട്ട് കാണുകയും വേണം. ഐ കുഡന്റ് സ്റ്റോപ്പ് സ്മൈലിംഗ്. അത് ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. തിഷ്ടേട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കാണാൻ. കാവ്യ ചേച്ചി പിന്നെ പറയണ്ട, എപ്പോൾ ഓൾവേസ് സ്മൈലിംഗ്. വെരി ക്യൂട്ട് മൊമെന്റ്. അടിപൊളി. ഇപ്പോഴെനിക്ക് ആ റിയാലിറ്റി സ്ട്രൈക്ക് ആയിട്ടില്ല. റിയാലിറ്റി എനിക്ക് ഇപ്പോഴും സ്ട്രൈക്ക് ആയിട്ടില്ല. എനിക്ക് ഇപ്പോഴും ആ കല്യാണം കഴിക്കുകയാണെന്നുള്ളൊരു സ്ട്രൈക്ക് ആയിട്ടില്ല. ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്കൊന്നും ചേഞ്ച് ആകുന്നത് പോലെ ഇതുവരെ തോന്നിയിട്ടില്ല. ആവുകയാണെങ്കിൽ ഞാൻ പറയാം.
അറിയായിരുന്നു ഈ ഫാമിലിയാണ്. സോ വെഡിങ് എന്തായാലും അടിപൊളിയായിരിക്കും. എല്ലാവരും ഇവിടെ ആക്റ്റീവാണ്, എല്ലാവരും ഡാൻസ് കളിക്കാനും പരിപാടികൾക്കും അതിനും ഇതിനൊക്കെ ഭയങ്കര റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ആദ്യമേ തൊട്ടേ. ഇതിന് മുന്നേ എൻ്റെ അങ്കിളിൻ്റെ കല്യാണം ആയിരുന്നപ്പോഴും അന്നും ഇതുപോലെ അതൊക്കെ ആയിരുന്നു. പക്ഷെ ദാറ്റ് വാസ് ലൈക്ക് എ ലോങ് ടൈം അഗോ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ വെഡിങ്ങിന് വേണ്ടിയിട്ട്. വെരി ലോങ് വെയിറ്റ് എന്ന് ഒരു നമ്മുടെ പ്രിപ്പറേഷൻ, ഫാമിലിയുടെ പ്രിപ്പറേഷൻ അറൗണ്ട് 6-7 months മുതൽ തുടങ്ങി. ഇത് മാത്രമല്ല, ഡാൻസ്, കോസ്റ്റ്യൂം, എല്ലാ ഔട്ട്ഫിറ്റ്, ഫാമിലി ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് കസിൻസിലത്തെ ഈ ജനറേഷനിലത്തെ ഫസ്റ്റ് വെഡിങ് ആണ്. ആക്ച്വലി മാരേജ് പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കാറുണ്ട്. അപ്പം ചേട്ടനോട് ഞങ്ങൾ പൊതുവേ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ, ആരോടത്തും അങ്ങനെ സംസാരിക്കും. അപ്പം ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ മാരേജിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിനെ ചേട്ടൻ തന്നെ പറയണത് എനിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇത്രയും വലുതായി കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര വി വർ വെരി ഹാപ്പി. കാരണം കസിൻസ് എല്ലാവരും, കാരണം നമ്മൾ ഇത്രയും വലുതായി അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ചേട്ടൻ കല്യാണം കഴിക്കാൻ പോവാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും ചേട്ടൻ അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് ചേട്ടനും അങ്ങനത്തെ ഒരു ഇതായിരുന്നു, വലുതായി ഇനി വേറൊരാളും കൂടി വരാൻ പോവാണെന്ന്. അതിൻ്റെതായ ഒരു രസം ഉണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, എപ്പോഴും ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. ഏത് നേരം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. പക്ഷെ ആ പ്രാക്ടീസ് ആണെങ്കിലും അതും ഫണ്ണായിരുന്നു. എല്ലാം നമ്മൾ എവ്രി മൊമെൻറ്റ് നമ്മൾ ആക്ച്വലി എൻജോയ് ചെയ്യായിരുന്നു വെഡ്ഡിങ്ങിൻ്റെ. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും നമുക്ക് എത്ര ഉറക്കാൻ വന്നാലും അതൊന്നും ഒരു പ്രശ്നമില്ല. നല്ല ഡാൻസ് കളിക്കുന്നെങ്കിൽ ഡാൻസ് കളിക്കും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും. എന്താ പരിപാടി എന്ന് വെച്ച് നമ്മളെല്ലാവരും അതിന് ഓണായിരുന്നു. മന്ത് ബാക്കാണ് ഞാൻ ഇവിടെ വീട്ടിലെത്തിയത്. അപ്പോഴേക്കും ഇവിടെ എല്ലാവരും, അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ആ ഒരു കല്യാണത്തിൻ്റെ ഒരു മൂഡ് വന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ പഠിത്തം, വർക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഓഗസ്റ്റ് 2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. കറക്റ്റ് 1 month മുന്നേ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനും നന്നായി ചെയ്യണം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല, ഞാനും ബെറ്ററായി ചെയ്യണം എന്നൊക്കെ തോന്നിയത് അപ്പോഴാണ് ആദ്യമായിട്ട്. Cloud 9 ആ ഒരു മൊമെൻറ്റ് പ്രഷ്യസ്. അത്ര ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ലൈക്ക് 1 year വെയിറ്റ് ചെയ്തു. 1 year മൊത്തത്തിൽ വെയിറ്റ് ചെയ്തില്ല, കാരണം പരിചയം തുടങ്ങിയ സമയത്ത് അത്ര ഇല്ലായിരുന്നെങ്കിലും ഓൾമോസ്റ്റ് 1 year വെയിറ്റ് ചെയ്തു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 6 months വെയിറ്റ് ചെയ്തു. അത് വല്ലാത്തൊരു വെയിറ്റിംഗ് ആയിരുന്നു. പരിചയം തുടങ്ങിയത് വെച്ചതിനേക്കാളും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കുറച്ചും കൂടെ കഷ്ടം. കാരണം എൻഗേജ്ഡ് ആയി, ഞങ്ങൾ തമ്മിൽ ഭയങ്കര പരിചയമായി, ഞങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലായി. പക്ഷെ കല്യാണം ലൈക്ക് പ്രിപ്പയർ ചെയ്ത് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ഫേസ് ഇല്ല. ഞാനും ബിസി ആയിരുന്നു. അത് കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോവുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫേസ് ഇല്ലായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റ് ഫേസ് കയറിയപ്പോൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ കല്യാണമായി. അപ്പോൾ അത് ഒരു 6 months ഹൈപ്പും എനർജിയും പ്ലാനിങ്ങും എല്ലാം കൂടി ഫൈനലി വന്ന് ഇതിപ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ. അതാണ് പ്രശ്നം. എല്ലാം ഓവർ, ഇനി ബാക്ക് ടു റിയൽ ലൈഫ് ആയ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താ, ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ ഇപ്പോൾ ആലപ്പുഴ പോവുക, അവിടെ സ്റ്റേ ചെയ്യുക, ടയറിങ് ആയിരുന്നു. ബട്ട്
എന്താ പറയുക, അതിൻ്റെതായ ഒരു രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കാറിൽ ഒന്നിച്ച് പോയി, നമ്മളെല്ലാവരും റൂം എടുക്കുന്നു, നമ്മളെല്ലാവരും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെതായ ഒരു രസം ഉണ്ടായിരുന്നു. വീഡിയോ ഫോട്ടോ അല്ല വീഡിയോ ഒബ്വിയസ്ലി. ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. ഇനി നാളെ എല്ലാവരും തിരിച്ചു പോവും. ഞങ്ങൾ എല്ലാവരും പല സ്ഥലത്തുനിന്ന് വന്നതാ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നാളെ തിരിച്ചു പോവും. ഇനി എന്ന് കാണുമെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് ആക്ച്വലി ഇപ്പൊ. ഭാവി ഭർത്താവ് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. എന്തായാലും എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും ഭർത്താവായിട്ട് തന്നെയാണ്. സോ ഭാവി ഭർത്താവായിട്ട് നിൽക്കുമ്പോൾ വ്യത്യാസം ഇല്ല. ഇനിയിപ്പോ ഇവിടെ ഇരുത്തിയൊന്നും പറയാൻ എനിക്കറിയാം. വെഡിങ് ടൈമില് ഇല്ലായിരുന്നു. അങ്ങ് കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പൊ ലൈക്ക് ഫാമിലി ലൈഫിൽ കയറുമ്പം എനിക്ക് ആക്ച്വലി കുറെ പേടികളുണ്ട്. കാരണം ഒന്നും മാറിയിട്ടില്ല. ഇപ്പോഴും വെഡിങ്ങിന് മുമ്പുണ്ടായിരുന്ന തിഷത്തും ഞാനും എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോഴും ഞാൻ. എന്താണ് ഇനി മാറാൻ പോകുന്നത്, എന്തായിരിക്കും ഇനി മാറുക, ഇനി കുറെ പേര് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മാറുമോ, ആ ഒരു പേടി കാരണം ഇടയ്ക്കിടയ്ക്ക് ഗ്രാഫ് താഴെ പോകുന്നുണ്ടെങ്കിലും ബട്ട് ഹീസ് മെയിൻറ്റെയിനിങ്. ലൈക്ക് ഹാപ്പിയാണ്. മൊത്തത്തെ വഴക്കടിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഹാപ്പിയാണ്, ഓവറോൾ ഹാപ്പിയാണ്. റിഗ്രറ്റ് ചെയ്യുന്നില്ല ഒരു മൊമെന്റിൽ പോലും. അയ്യോ വേണ്ടായിരുന്നു, അയ്യോ ഇന്ന് തെറ്റായി പോയോ, ഇത് നമ്മൾ തമ്മിൽ മാച്ച് അല്ലേ, അങ്ങനെ ഒരു തോട്ട്. ആ ഫുൾ ഐ കോണ്ടാക്ട് ആയിരുന്നു. മാമനെ നോക്കിയത് കൂടിയില്ല എപ്പോഴും.
അപ്പോൾ ആക്ച്വലി അതൊരു ബാലൻസ് ആവുന്നത് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ഒരാൾ കുറച്ച് മിണ്ടായിരുന്നാലും ബാക്കിയാൾ നന്നായി സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. എനിക്ക് ആക്ച്വലി നന്നായി സംസാരിക്കുന്നവരെ കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു പോസിറ്റീവ് ഫാക്ടറായി. അത് ഞാൻ ആക്ച്വലി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ ഒരു എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു സെയിം വൈബാണ് ആക്ച്വലി. ജസ്റ്റ് ലൈക്ക് ഫ്രണ്ടാണ്, എല്ലാ കാര്യങ്ങളും പറയാൻ. ഞാൻ ചേഞ്ച് ചെയ്തതായിട്ട് പോലും എനിക്കറിയത്തില്ല. കാരണം എന്നോട് ഇങ്ങനെയാണ് പേര് പറഞ്ഞത്. ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ചേട്ടനെയും കണ്ടിട്ടില്ല, കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പുള്ളിയും കണ്ടിട്ടില്ല. എന്നോട് ഇങ്ങനെയാണ്. I never thought he was a loving person, not loving, lover boy person actually. So I was like, okay, this started with Alex Tripottu, okay, nice, okay, that's nice. Okay, then I was curious about whom he's in love with. എന്നിട്ട് പിന്നെ ഞാൻ അത് നോക്കി, and Chechi was, if Tishat is silent, Chechi is love. If Tishat is ഇവിടെ പോവാ, Chechi is like direct, നമുക്ക് ഇത് ചെയ്യാം, I see them, and they go well with each other. And I was like, okay, first day I was like, okay, Chechi, okay, it's nice, they're both cute together. Then their characters, they were like golden retriever type of, finish shy silent type of, and they go very well together. പിന്നെ അത് ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ കല്യാണം അടിപൊളിയായിരിക്കും. ചേട്ടൻ ഇപ്പൊ കുറച്ചെങ്കിലും സംസാരിക്കണത് കാവ്യ ചേച്ചി കൊണ്ടാണ്, കാരണമാണ്. പിന്നെ ചേച്ചി ആണെന്നുണ്ടെങ്കിലും ഒരു പുതിയൊരു പേഴ്സൺ ആണ് എന്നുള്ള ഒരു ഇതില്ല, പരിചയമില്ല എന്നുണ്ടെങ്കിലും വേഗം വന്ന് നമ്മുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇനിയും ചേട്ടനെ ചേഞ്ച് ചെയ്യും ഒരുപാട്, ചേട്ടൻ കൂടുതൽ സംസാരിക്കട്ടെ, അത്രേ ഉള്ളൂ. हाँ मैं जानता हूँ, ये मानता हूँ, तू मुझे चाहिए, तेरी ही बाहों में सारी जिंदगी गुजार लूं. हाँ ये चांद तारे तुझे पुकारे, तू उन्हें भी चाहिए, तेरी ये चमचमाती रोशनी से वो उधार ले. तेरे ही ख्यालों में ऐसे बह जाए, कहने की कुछ बात ना हो, बस यूं ही थम जाए. जिस राह पे चला हूँ मैं, तू मेरे साथ चल पड़े, रुके कदम मेरे तो तेरा हाथ मैं थाम लूं. तेरे ही ख्यालों में ऐसे बह जाए, कहने की कुछ बात ना हो, बस ऐसे
ഓക്കെ, കസിൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി എന്താ ഫാമിലി ബേസിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി കസിൻസുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്ത ഫാമിലി അല്ല. എനിക്ക് എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചിക്ക് ഞാൻ. പക്ഷെ ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു നമ്മളെ മൂവി സ്റ്റൈലിലെ കസിൻസ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, ഓൾമോസ്റ്റ് സെയിം ഏജ് ഗ്രൂപ്പ്, എല്ലാവരും ഭയങ്കര കമ്പനി, എല്ലാവരും എല്ലാ വെക്കേഷനും മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫാമിലി. ഒരു വർഷത്തിൽ ഒരാളെങ്കിലും കാണും, അങ്ങനെ നിർബന്ധമുള്ള ഒരു ഫാമിലി. അപ്പം അത് കണ്ടപ്പം ഒരു ഹാപ്പിനെസ്. ഓക്കെ, എനിക്കും വരുമല്ലോ, ഇതെല്ലാവരും എൻ്റെ അനിയന്മാരുടെ സെറ്റിലാണല്ലോ വരിക, എനിക്കും ഇത്രയും കസിൻസ് കിട്ടുന്നു. ആക്ച്വലി ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഹാപ്പിനെസ്. കാരണം എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു ലോ മൂഡിലാണ് അല്ലെങ്കിൽ ഹാപ്പി മൂഡിലാണ്, ഷെയർ ചെയ്യാൻ ഇത്രയും പേരുണ്ട്. അവരും എന്നെ ആക്ച്വലി നല്ല രീതിയിൽ പെർസീവ് ചെയ്തു. എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തൊട്ട് അവരാരും ഒരു നെഗറ്റീവ് രീതിയിൽ എന്നോട് പെരുമാറിയിട്ടേ ഇല്ല. ഒരു ജഡ്ജ്മെന്റ് വരും ജസ്റ്റ് ഒന്ന് കാണുമ്പം, ഈ കുറച്ചും കൂടെ ഭംഗിയുള്ള കൊച്ചായാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ആവായിരുന്നു, ഒരു ജഡ്ജ്മെന്റ് വരുമായിരിക്കുമല്ലോ. പക്ഷെ അതൊന്നും ഇല്ല. എൻഗേജ്മെന്റിന് മുമ്പോട്ട് എന്നെ കണ്ടപ്പോൾ തൊട്ട് വെരി ഫ്രണ്ട്ലി. ലൈക്ക് അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു, അവരുടെ ഫാമിലി മെമ്പറായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്തു. വെരി ഹാപ്പി. ലൈക്ക് എനിക്കും കുറേ അനിയത്തി കുട്ടികളും അനിയന്മാരെയും ഒക്കെ കിട്ടി. എനിക്ക് ഫസ്റ്റ് എൻ്റെ ബിഗ്ഗസ്റ്റ് ബ്രദറായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലെ ഒരൊറ്റ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് ചേട്ടാ വിളിച്ചിട്ട് അത് തിരിച്ചേട്ടനായിരുന്നു. ഈസ് മൈ ഫസ്റ്റ് എവർ ബ്രദർ ദാറ്റ് ഐ എവർ മെറ്റ്. ചേട്ടൻ ഹി വാസ് എ വെരി ഷൈ പേഴ്സൺ. ആദ്യം ഹി വാസ് എന്ന് പറയണത് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് കാവിച്ചിട്ട് വന്നതിന് ശേഷം. ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടനൊരു സൈലൻറ്റ്, കാം, പേഷ്യൻറ്റ് അങ്ങനത്തെ ആളാണ്. എല്ലാ ആളുള്ള സ്ഥലം അറിയില്ല, അങ്ങനത്തെ ഒരാളാണ്. എന്നെ പോലെ തന്നെയാണ് ക്രിസ്റ്റേട്ടൻ. ഞാൻ അതേപോലെ തന്നെ, ഞാൻ ഫുൾ സൈലൻറ്റ്, അതേപോലെ തന്നെയാണ്. പിന്നെ ഓൾ മൈ അതർ ഫാമിലീസ് ദേ ഹാവ് യങ്ങർ പീപ്പിൾ ആണ്. പിന്നെ ക്രിസ്റ്റേട്ടനായിരുന്നു ഞാൻ ആദ്യമായിട്ട് ക്രിസ്റ്റേട്ടാന്ന് വിളിച്ച്. ലൈക്ക് ഹി വാസ് മൈ ഫസ്റ്റ് എൽഡർ ബ്രദർ. പിന്നെ അർജുൻ വന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ വന്ന് ക്രിസ്റ്റേട്ടനെ ഭയങ്കര പാവമാണ് മൂപ്പരാൾ. It's like he's very down to earth. He's a man of few words, but he helps a lot. ഭയങ്കര വലിയ ലെവൽസ്. He puts others above himself. Best എന്ന് പറയാൻ ഒന്നൊന്നായിട്ട് പറ്റില്ല. Because each and every memory with him, it's like even if sitting hanging out with him, it's fine. It's very good. It's very calming. It's very എന്താ പറയുക, you don't feel like you're with a cousin. You feel like you're more with family. ചേട്ടനെ മുസ്ലിംസിൽ തന്നെ ഏറ്റവും സംസാരിക്കാത്ത ഒരാളാണ് തിശുതേട്ടൻ. ആവശ്യത്തിനും സംസാരിക്കില്ല, ചില സമയത്ത് സംസാരിക്കില്ലായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഞാനും തിശുതേട്ടനാണ് അടുത്തടുത്ത് വളർന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിലായിരുന്നു. ചെറുപ്പം തൊട്ട് വെക്കേഷൻ വരുമ്പോൾ തിശുതേട്ടനെ ഇവിടെ കൊണ്ടാണ് വരിക അവിടെ. അപ്പോൾ ഇങ്ങനെ വളർന്ന് ഇത്ര ദൂരം എത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ചേട്ടൻ തോട്ടമുണ്ട്, തോട്ടത്തിൽ വി വെൻ ഫോർ എ ട്രിപ്പ്. ഭക്ഷണം കഴിക്കാൻ പോയി, കുളത്തിൽ ചാടി, പിന്നെ നമ്മൾ പിന്നെയും കറങ്ങാൻ പോയി. ദെൻ വി വെൻ ടു ഡിഫറെൻറ്റ് പ്ലേസസ് വിത്ത് ഹിം. ലൈക്ക് ഓൾ ദ കസിൻസ് എല്ലാവരും എപ്പോഴും കിട്ടണമെന്നില്ല. ഇറ്റ് ദിസ് ലൈക്ക് വൺ ഓഫ് ദ ഡേ ദാറ്റ് എവറി ഫാമിലി കംസ് ടുഗദർ. അല്ലെങ്കിൽ ദെൻ വി ആർ ഓൾ ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ തിശുതേട്ടൻ്റെ ഒപ്പം മെമ്മറീസ് ഒന്നായിട്ടില്ല, പലതും ഉണ്ട്. പല ടൈപ്പിൽ അത് ഫേവറേറ്റ് ആണ് നമുക്ക്. तुम मेरी हर एक सांस की सुबह हो, तुम मुस्कान में मेरी छुपी अदा हो, तुम खामोशी को मेरी जो समझे वो जुबान हो, तुम जो पूरी ना हुई वो दुआ हो, तुम तुम मेरा हर एक ख्वाब सपना जहां हो, तुम खुद से मिला हूँ मैं जहां वो पता हो, तुम हदों के पार जो मिले वो नशा हो, तुम मेरे आखिरी दिन की सजा हो, तुमसे है हमसे हो तुम ना हो तो क्या ही है हम, तुमसे है हमसे हो तुम
जाने क्यों खास है तू, दूरियों में पास है तू, खो जाऊं मैं फिर एक दफा। माना तुझे रब जैसा, क्यों तो फिर सब जैसा, तेरे बिना हूं मैं खुद से खफा। मेरा तुम आंखों में जो मेरी दिखे അപ്പോൾ സ്കൂളിൽ മുതൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സെയിം സ്കൂളിലായിരുന്നു, കുറച്ച് ഇയേഴ്സ് സെയിം സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സിനോട് വരെ ഞാൻ പറയുന്നത് ഓക്കെ, കാരണം സിൻസ് ചൈൽഡ്ഹുഡ് ഐ ഓൾവേസ് വാണ്ടഡ് എ ബ്രദർ. അപ്പോൾ എനിക്ക് എപ്പോഴും ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പോൾ ഇവിടെ ആകെ എനിക്ക് ചേട്ടനുള്ളത് തിശുതേട്ടനാണ്. അപ്പോൾ ഞാൻ പോയി ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറയും തിശുതേട്ടൻ്റെ അനിയത്തിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തിശുതേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ ബ്രദർ ഉണ്ട്. അപ്പം ആളെൻ്റെ അടുത്ത് പറയും, നീ എണീച്ച് പറയരുത് തിശുതേട്ടൻ്റെ സിസ്റ്ററാന്ന് പറയരുത്, നിൻ്റെ ഓൺ ബ്രദർ അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അതെൻ്റെ ഓൺ ബ്രദറാ എന്ന് പറഞ്ഞിട്ട്. അപ്പം ടീച്ചേഴ്സൊക്കെ ആദ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ പേര് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് സാവേരി എന്നാണ്. അപ്പോൾ പെട്ടെന്ന് ടീച്ചേഴ്സിന് ഓർക്കാൻ പറ്റില്ല. അപ്പം തിശുത്തിൻ്റെ അനിയത്തിയല്ല. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളെ സ്കൂൾ ഡയറിയിൽ അവിടെ സിബ്ലിങ്സിൻ്റെ ഒരു കോളം ഉണ്ട്, അവിടെ ഫില്ല് ചെയ്യാം നമുക്ക് സിബ്ലിങ്സിൻ്റെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ. അപ്പം ചേട്ടൻ്റെ നെയിമും നമ്പറും എഴുതി വെക്കണം. അപ്പം ഞാൻ ആദ്യം സ്കൂൾ ഡയറി കിട്ടുമ്പോൾ ആദ്യം വേറെ ഒന്നും അല്ല ഫില്ല് ചെയ്യണത്, ടൈം ടേബിളൊന്നും അല്ല ഫില്ല് ചെയ്യണത്. വേഗം പോയി ചേട്ടൻ്റെ പേരും നമ്പർ അന്നേരം അറിയില്ലല്ലോ, ചേട്ടൻ്റെ പേര് ഏതാണ് ക്ലാസ് എന്നൊക്കെ എഴുതി വെക്കും. എന്നിട്ട് അന്ന് നമ്മളെ വീടുകൾ അടുത്താണ്. അപ്പം അന്ന് വൈകുന്നേരം പോയിട്ട് ആദ്യം ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പോയി ചെക്ക് ചെയ്യണത് ചേട്ടൻ്റെ ഡയറിയാണ്, അതിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ടോ. കാരണം ഞങ്ങൾ സെയിം സ്കൂളാണല്ലോ. എഴുതിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് കൊണ്ട് എഴുതിപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പം അത് പറയുമ്പോൾ ചിലപ്പോൾ ചേട്ടനത് ഓർമ്മ തന്നെ ഉണ്ടായിരിക്കില്ല, പക്ഷെ എനിക്ക് ആകെ ഇതൊക്കെയാണ് മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അൺബിലീവബിൾ സംഭവം പോലെ ഫാമിലി. എൻ്റെ ക്ലോസസ്റ്റ് ബ്രദർ ഫസ്റ്റ് മാരീഡ് ആയിട്ട് പോകണു, പുതിയ ലൈഫ് തുടങ്ങാൻ പോകണു. ഇറ്റ്സ് എ ന്യൂ തിങ്, വെരി ന്യൂ ഫീലിംഗ്. About him being with me and he leading us, like okay, I'm the big brother, you don't worry about it. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോയാലും പ്ലാൻ ചെയ്യുന്നതും ഒരു എൽഡർലി ആണ്, ബട്ട് ദെൻ അഗെയിൻ ഒരു ബ്രദർ എന്ന നിലയ്ക്ക് നമുക്ക് ഫണ്ണും ആവാം, ബട്ട് വി ആർ ഓൾസോ കെയർ ഫ്രീ. എന്നിട്ട് പൂപ്പറൽ പഠിപ്പിച്ചു തരും, ലൈക്ക് ദിസ് ഈസ് ഹൗ ദ മാനേഴ്സ് ആർ, ദിസ് ഈസ് ഹൗ വി ഷുഡ്. ആൻഡ് ആ ഒരു സ്മോൾ പഠിപ്പിക്കലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നത്. നമ്മൾ അറിയാണ്ട് നമ്മൾ ആ മാനേഴ്സ് നമ്മുടെ ക്യാരക്ടേഴ്സിൽ ഇൻകൾക്കേറ്റ് ചെയ്തു. സോ എൻഗേജ്മെൻറ്റ് വന്നപ്പോൾ അർജുൻ ചേട്ടൻ ആൻഡ് അഞ്ജന ഇവർ രണ്ടുപേരും ഡാൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡാൻസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അർജുൻ ചേട്ടനായിരുന്നു മെയിൻ കോർഡിനേറ്റർ. അത് എനിക്ക് തോന്നുന്നത് ഞാൻ താങ്ക് ചെയ്യുന്ന അർജുനാണ് എല്ലാം, ലൈക്ക് കൊറിയോഗ്രാഫി ആണെങ്കിലും ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതും, പിന്നെ കുഞ്ഞമ്മയാണ് മറ്റേ മാമിമാരുടെ ഡാൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ ആക്ച്വലി ഡാൻസ് പ്ലാൻ ചെയ്തതാണ്, ബട്ട് എവരിബഡി വാസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഞാൻ ഖത്തറിൽ അറൗണ്ട് 3 days ബിഫോർ വന്നു, ആൻഡ് ബാക്കിയെല്ലാവരും 1 day ബിഫോർ, 2 days ബിഫോർ, ചിലവരിവിടെ ഉള്ളവർ ഓൾറെഡി 1 week ബിഫോർ വന്നു. എന്താ അർജുനാണ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും കുറേ നാൾ മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നതും പാട്ട് സോങ്സൊക്കെ ഏതാണോ അതൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് അയച്ചതും ഒക്കെ അർജുൻ ചേട്ടനാണ്. അപ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ട്. എല്ലാവരും എന്നാൽ ഭയങ്കര റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. എല്ലാവരും അതിനെ എക്സൈറ്റഡ് ആയിരുന്നു ഡാൻസിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് നാൾക്ക് ശേഷം ഡാൻസ് കളിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. സോ വി ഓൾ വർ സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും നന്നായിട്ട് ചെയ്യണം. എൻ്റെ ഒരു മോശം, എൻ്റെ ഒരു പ്രോഗ്രാം മോശമായിരുന്നു. അപ്പം ഞാനും എൻ്റെ രീതിയിൽ നന്നായിട്ട് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചായിരുന്നു എന്തായാലും. ആൻഡ് ഈ ഡാൻസ് പിന്നെ പ്രാക്ടീസ് ചെയ്യുക, ഞാൻ വരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. സോ കുറേ പേര് എല്ലാവരും പല പല സ്ഥലത്താണ്, എല്ലാവരും വേറെ വേറെ കോർണറിലുള്ള ആൾക്കാരാണ്. സോ പ്രാക്ടീസ് എങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ ഒരു കണ്ടായിരുന്നു. പിന്നെ വരാൻ ഞാൻ ഡിസൈഡ് ചെയ്തപ്പോഴാണ് ഞാൻ പിന്നെ ഡാൻസൊക്കെ നോക്കുന്നത് തന്നെ.
പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ നോക്കി പഠിച്ച് ഇട്ടൊക്കെയാണ് വന്നേക്കണം. അപ്പം ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ ലിറ്ററലി എയർപോർട്ടിൽ നിന്ന് വന്ന് ഞാൻ ഡയറക്റ്റ് ഇവിടെ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് കയറുന്ന പ്രാക്ടീസിനാണ്. കാരണം ഇവിടെ പ്രാക്ടീസ് തുടങ്ങി എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ നേരെ ഞാൻ പ്രാക്ടീസിന് അന്നേരം നൈറ്റ് ഫുൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ വി വാണ്ടഡ് ടു. എൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വെരി ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്ക് ലീവ് എമർജൻസി എടുത്തത്. ബട്ട് ദെൻ അഗെയിൻ ഇറ്റ് വാസ് വർത്ത് എവറിത്തിങ്. ഇത് മിസ്സായിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി ഈ കല്യാണം. പിന്നെ അതിന് നെക്സ്റ്റ് ഡേ ആണെങ്കിലും എല്ലാം വിളിക്കും, പ്രാക്ടീസ് ഉണ്ട് വാ. അങ്ങനെ എവറി ഡേ വി പ്രാക്ടീസ്ഡ് കുറേ നേരം. എന്നിട്ടും ഞങ്ങൾ ആരും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം അത്രയും നന്നായിട്ട് കളിക്കണം നമുക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാവരും ഒരു റൂമിൽ അമ്മമാരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു സൈഡിലുള്ള കുട്ടികളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ അവസാനം സ്പേസിന് വേണ്ടി അടിവരെയായി, ആരെവിടെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ള രീതിയിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു എല്ലാവരും ഡാൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊരു എഫേർട്ട് എടുത്തു. 2-3 ദിവസം, ലാസ്റ്റ് 2-3 ദിവസം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേയുള്ള ഒരു 10 days ഒക്കെ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഡാൻസ് എത്തിയത്. സ്കൂളിലാണെങ്കിലും എന്നോടൊന്നും പറയാറില്ല, പക്ഷെ പിള്ളേരൊക്കെ പറഞ്ഞറിയും ഇഷ്ടത്തിൽ നന്നായി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്, നല്ലതാണ്. പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു ഇഷ്ടമാണല്ലോ. സോ അർജുൻ ചേട്ടനാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, എല്ലായിടത്തും ഓടി നടന്ന് ചെയ്തതും ഒക്കെ. സോ വലിയൊരു എന്താ പറയുക കൊറിയോഗ്രാഫി ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിലും അർജുൻ ചേട്ടൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും പഠിപ്പിക്കാനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തതുമല്ല. സോ ചേട്ടൻ കളിക്കുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ ആക്ച്വലി തലേ ദിവസമൊക്കെ റൂമിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതെന്ത് ഡാൻസാണ്, ദൈവമേ ഇങ്ങനെയാണോ ഡാൻസ് കളിക്കാൻ പോകുന്നതെന്ന് ഒരു മൈൻഡ് തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ, നമ്മൾ ഫാമിലി, നമ്മൾ കുറച്ചുപേരല്ലേ, എന്താ പുള്ളിയുടെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാനും കയറുന്നുണ്ടല്ലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ എന്നുള്ള രീതിയിൽ നിന്നു. പക്ഷെ ഞാനപ്പോൾ വയ്യാണ്ടായ സമയത്തും പുള്ളി ഹി വാസ് ആക്ച്വലി ആസ്കിങ് മീ പെർമിഷൻ. ഞാൻ കയറിക്കോട്ടെ, നിനക്ക് കുഴപ്പമുണ്ടോ, അല്ല നിന്റെ കൂടെ ഇരിക്കണോ. പക്ഷെ പുള്ളിയുടെ ഒരു ഹാപ്പിനെസ്സിൽ അല്ലെങ്കിൽ ആ കസിൻസ്, ആ ഒരു ഫാമിലി, ആ ഒരു മൊമെന്റ് എന്തിനാ മിസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എനിക്കോ പറ്റുന്നില്ല, പുള്ളിയെങ്കിലും കളിക്കട്ടെ. പുള്ളി ആക്ച്വലി പോയി കളിച്ചപ്പോൾ നന്നായിട്ട് കളിച്ചു. ലൈക്ക് എന്താ പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ പോലെയല്ല, പക്ഷേ ഹി വാസ് ആക്ച്വലി എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചിട്ട് വന്നു. ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് കല്യാണത്തിന് പുള്ളി ഹി വാസ് ആക്ച്വലി ഹാപ്പി അബൌട്ട് ദ മാരേജ്. ഒരാൾ പറയും ഞാൻ ആക്ച്വലി ഹാപ്പിയാണ്, നിന്നെ കൂടെ നിൽക്കുന്നതിന് ഹാപ്പിയാണ്, നിന്നെ കല്യാണം കഴിക്കുന്നതിന് ഹാപ്പിയാണെന്ന് പറയുന്നതിനേക്കാളും എക്സ്പ്രസ് ചെയ്യുന്നത് പോലെയാണ്. എന്നെ എന്താ മുട്ടുകൂത്തി നിന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണത്തിന് അങ്ങനത്തെ ഒരു ജസ്റ്റിനേക്കാളും ദിസ് വാസ് ആക്ച്വലി ഹി വാസ് ഹാപ്പി. സോ വാസ് നൈസ്. പുള്ളിയുടെ ലൈക്ക് ഡാൻസിനേക്കാളും ആ ഹാപ്പിനെസ് ആയി. എന്നോട് ആദ്യമായിട്ട് ഐ ലവ് യു പറയുമ്പോൾ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത മൊമെന്റിലാണ് പറഞ്ഞത്. സ്ഥലം പറയുന്നില്ല ഞാൻ, എന്നാലും പ്രതീക്ഷിക്കാത്ത മൊമെന്റിൽ പറയുമ്പോൾ പോലും ആ ഫസ്റ്റ് ഐ ലവ് യു ആണെങ്കിലും ഫസ്റ്റ് മീറ്റപ്പ് ആണെങ്കിലും ഫസ്റ്റ് എല്ലാം ഓക്കെ, ഞാൻ എല്ലാത്തിലും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്നെ പല കുറവുകളുള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ചേട്ടനോട് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടൻ എന്നെ മൊത്തത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് എപ്പോഴും ലിമിറ്റേഷൻസ് വെച്ചിട്ടില്ല. എൻ്റെ സ്പേസിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വഴക്കുണ്ടാക്കി, പക്ഷെ എന്നാലും അതും പാർട്ട് ആൻഡ് പാർസൽ, നമ്മൾ തമ്മിലല്ലേ ഗുസ്തി പിടിക്കാൻ പറ്റും. സോ അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ലൈഫ് ലോങ് ഹസ്ബൻഡ്, ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം ചേട്ടനാണ്. പിന്നെന്താ, ഞാൻ ഇതിനേക്കാളും ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ള കുട്ടിയാണെന്ന് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇവരെന്നെ കരയിപ്പിക്കാനും നോക്കുകയാണ്, പക്ഷെ ഞാൻ കരയൂല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വേർഡ്സ് ആക്ച്വലി ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴാണെങ്കിലും ടെൻഷനുണ്ട്, സ്ട്രെസ് ഉണ്ട് കുറച്ച്. പക്ഷെ ചേട്ടൻ കാരണമല്ല അത് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് എല്ലാം ഫിംഗേഴ്സ് ക്രോസ്
നല്ല രീതിയിൽ പോവും. ഐ എം റിയലി ഹാപ്പി. ദിഷ്തേട്ടാ, നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോളി. കാവ്യ ചേച്ചി നിങ്ങൾ നന്നായി നോക്കും. നിങ്ങൾ കാവ്യ ചേച്ചി നന്നായി നോക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അറിഞ്ഞേട്ടൻ കല്യാണത്തിൽ എല്ലാം സെറ്റാക്കാം. അപ്പോൾ ദിഷ്തേട്ട ആൻഡ് കാവ്യ ചേച്ചി, ഹാപ്പി 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 മാരീഡ് ലൈഫ്. ആൻഡ് കാവ്യ ചേച്ചി, വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു. സോ കാവ്യ ചേച്ചി, ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴേ ഐ ജസ്റ്റ് ലവ് യു സോ മച്ച്. സോ we are so happy that you are a part of our family now. Welcome to our family, and I'm so excited. ഇനി അടുത്ത ഫംഗ്ഷനൊക്കെ കാവ്യ ചേച്ചി നമ്മുടെ കൂടെ ഇതുപോലെ നിന്ന് പ്രാക്ടീസിനും എല്ലാത്തിനും ഉണ്ടാകുന്നത്. ലൈക്ക് വി ആർ സോ എക്സൈറ്റഡ് ടു ഹാവ് യു അറൗണ്ട്. സോ ദിഷ്തേട്ട, കാവ്യ ചേച്ചി, ഹാപ്പി മാരീഡ് ലൈഫ്, ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി കാവ്യ ചേച്ചി. ഈ മാഗ്നറ്റിൽ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇത് രണ്ടുപേരും എനിക്ക് ഓർമ്മയില്ല. ദിഷ്തേട്ടൻ ഫുൾ സൈലൻറ്റും, കാവ്യച്ചി ഭയങ്കര എക്സ്ട്രോവേർട്ട്, എല്ലായിടത്തും ഇങ്ങനെ ഓപ്പണായിട്ട്. എനിക്ക് അതാണ് ഇഷ്ടം അവർ രണ്ടുപേരും. ഐ ഫീൽ ദറ്റ് അതാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചാക്കിയതെന്ന്. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയില്ലേ. ഞാൻ ചിലപ്പോൾ കുറച്ച് ഇമോഷണലാവും, കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ചേട്ടനില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര കാര്യമാണ് ഒരു ചേട്ടൻ വേണമെന്നുള്ള ഒരു എന്താ പറയുക, ഒരു ചേട്ടൻ്റെ. അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബ്രദേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അവരുടെയൊക്കെ മാരേജിന് പോകുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ചേട്ടനുണ്ട് വീട്ടിൽ, ചേട്ടൻ വിളിക്കാൻ വരും. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ദൂരേക്ക് പോകുന്ന സമയത്ത് പറയുമ്പോൾ ഞാനെപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അയ്യോ എനിക്ക് ഈ ചേട്ടൻ്റെ കല്യാണത്തിനല്ലേ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്കൊരു സ്വന്തം ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യമാണ്. അതുപോലെ കാവ്യ ചേച്ചിക്ക് I'm so happy that you are the part of our family now. All the best. രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. സ്നേഹത്തോടെ മുന്നോട്ട് ചെയ്യാം.